തൃശൂരിലെ ജനശക്തി റാലിയിൽ സംസ്ഥാന സർക്കാരിനെയും കോൺഗ്രസിനെയും രൂക്ഷമായി വിമർശിച്ച അമിത്ഷാ. സ്വർണ്ണക്കടത്തും ലൈഫ് മിഷനും ചൂണ്ടിക്കാട്ടിയായിരുന്നു വിമർശനങ്ങൾ. 2024 തെരഞ്ഞെടുപ്പിൽ ഒരു ലോക്സഭാ അംഗത്തെ കേരളം BJPക്ക് നൽകണമെന്നും അമിത്ഷാ ആവശ്യപ്പെട്ടു. അതേസമയം തൃശൂരിൽ അല്ലെങ്കിൽ കണ്ണൂരിലായാലും മത്സരിക്കാൻ താൻ തയ്യാറാണെന്നായിരുന്നു സുരേഷ് ഗോപിയുടെ പ്രഖ്യാപനം. CPM-നെതിരെയും കോൺഗ്രസിനെതിരെയും ശക്തമായ ഭാഷയിലായിരുന്നു അമിത്ഷായുടെ വിമർശനങ്ങൾ. ലൈഫ് മിഷൻ അഴിമതി കേസിൽ മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി തന്നെ അറസ്റ്റിലായി. ഇനിയെങ്കിലും ഇത് സംബന്ധിച്ച് മുഖ്യമന്ത്രി തുറന്നു പറയണം. സ്വർണ്ണക്കടത്ത് കേസ് അങ്ങനെ വിട്ടുപോകില്ല. 2024 തെരഞ്ഞെടുപ്പിൽ ജനങ്ങളുടെ ചോദ്യത്തിന് ഉത്തരം നൽകേണ്ടി വരുമെന്നും അമിത്ഷാ ഓർമ്മിപ്പിച്ചു. ജനശക്തി റാലി 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ തുടക്കമാണ്. കമ്മ്യൂണിസം ലോകം തന്നെ നിരാകരിച്ച ആശയമാണ്. കോൺഗ്രസിനെ രാജ്യവും പുറന്തള്ളി. കേരളത്തിലെ ജനങ്ങളോട് മോദിക്ക് അവസരം നൽകൂ എന്നാണ് ആവശ്യപ്പെടാനുള്ളത്. പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചതും നേട്ടമായി അമിത്ഷാ ചൂണ്ടിക്കാട്ടി. എന്നാൽ കോൺഗ്രസും CPM-ഉം ഇതിനെ സ്വാഗതം ചെയ്തില്ലെന്നും അമിത്ഷാ കുറ്റപ്പെടുത്തി. सबसे बड़ा काम अभी नरेंद्र मोदी जी ने किया है। PFI की हिंसा से त्रस्त केरल को मुक्ति दिलाने के लिए PFI पर संपूर्ण बैन लगाने का काम भारतीय जनता पार्टी की मोदी सरकार ने किया है। ना कम्युनिस्ट इसका स्वागत करते हैं, ना कांग्रेस करती है, क्योंकि वो लोग अपनी वोट बैंक के कारण चुप है। हम भारतीय जनता पार्टी के कार्यकर्ता वोट बैंक की पॉलिटिक्स नहीं करते हैं। जो हिंसा करता है, जो देश के खिलाफ काम करता है, उस पर बैन लगाने का काम ये भारतीय जनता पार्टी की मोदी सरकार और हमारे नेता नरेंद्र मोदी जी ने किया है. അമിത്ഷായ്ക്ക് മുൻപ് പ്രസംഗിച്ച സുരേഷ് ഗോപി കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് ഏറെ ചർച്ചയായി മാറിയ തൃശൂർ എനിക്ക് വേണമെന്ന അതേ വാചകങ്ങൾ ആവർത്തിച്ചു. തൃശൂരിലല്ലെങ്കിൽ കണ്ണൂരിലായാലും മത്സരിക്കാൻ താൻ തയ്യാറാണെന്നും സുരേഷ് ഗോപി പറഞ്ഞു. ഏത് ഗോവിന്ദൻ വന്നാലും ശരി തന്നെ, ഗോവിന്ദ തൃശൂർ ഇനിയും ഞാൻ ഹൃദയം കൊണ്ട് ആവശ്യപ്പെടുന്നു. തൃശൂർക്കാരെ, നിങ്ങൾ എനിക്ക് തരണം. നിങ്ങൾ തന്ന് ഞാൻ എടുക്കും. അല്ലെങ്കിൽ ഗോവിന്ദ കണ്ണൂർ, ഞാൻ ഇവിടെ വെച്ച് ബഹുമാന്യ അമിത്ഷാജിയോട് അപേക്ഷിക്കുകയാണ്. ജയമല്ല പ്രധാനം, നിങ്ങളുടെയൊക്കെ അടിത്തറ ഇളക്കണം. അത്രയ്ക്ക് നിങ്ങൾ കേരള ജനതയെ ദ്രോഹിച്ചു, വഞ്ചിച്ചു. കണ്ണൂർ തരും എനിക്ക്, ഞാൻ തയ്യാറാണ്. ശക്തൻ തമ്പുരാൻ സമാധിയിൽ പുഷ്പാർച്ചന നടത്തിയതിനു ശേഷമാണ് അമിത്ഷാ തെക്കേ ഗോപുരനടയിലെ പൊതുസമ്മേളന വേദിയിലെത്തിയത്. കേരള വിഷൻ ന്യൂസ്, തൃശൂർ.